നമസ്കാരം. ഇന്നത്തെ ഡി ഫോക്കസ് തുടങ്ങുന്നു. ക്രിയേറ്റീവ് വിജിലൻസ് സംവിധാനം നടപ്പാക്കുമെന്ന വിജിലൻസ് മേധാവി ജേക്കബ് തോമസ്. വിജിലൻസ് സംവിധാനത്തെ ക്രിയാത്മകമാക്കാൻ ജേക്കബ് തോമസിനാകുമോ? ഈ വിഷയമാണ് ഇന്ന് ഡി ഫോക്കസ് പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ PC സിറിയക് അദ്ദേഹം കൊച്ചി ബ്യൂറോയിലുണ്ട്. കോൺഗ്രസ് നേതാവ് പഴകുളം മധു അദ്ദേഹം തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കും. സാമൂഹ്യ പ്രവർത്തകയായ അഡ്വക്കേറ്റ് വിദ്യാസംഗീത് തൃശൂർ ബ്യൂറോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. DGP ജേക്കബ് തോമസ് വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റു. ക്രിയേറ്റീവ് വിജിലൻസ് എന്ന പുതിയ രീതി നടപ്പിലാക്കുമെന്ന് ജേക്കബ് തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഉദ്യോഗസ്ഥർ കർശന നിരീക്ഷണത്തിലായിരിക്കും. വലിയ പദ്ധതികൾക്ക് പിന്നിലെ അഴിമതി നിരീക്ഷിക്കാനും സംവിധാനങ്ങളുണ്ടാകും. പിറകിലേക്ക് നോക്കിയല്ല മുന്നോട്ട് നോക്കിയാണ് സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ബാർക്കോഴ പാറ്റൂർ കേസുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജേക്കബ് തോമസ് മറുപടി നൽകി. ഇന്നലെ വരെ പോലീസ് സ്റ്റേഷൻ പണിയുക എന്നുള്ള ആയിരുന്നു എൻ്റെ പണി. ഇന്നു മുതൽ അഴിമതിക്കാർക്കെതിരെ പണിയുക എന്നുള്ളതാണ് എൻ്റെ പണി. തന്റെ പുതിയ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ജേക്കബ് തോമസിന്റെ ആദ്യ പ്രതികരണം ഇതായിരുന്നു. അതേസമയം ഡിസ്ട്രക്റ്റീവ് അല്ല, ക്രിയേറ്റീവ് വിജിലൻസ് ആണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. അത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ അഴിമതി പൊതുജനങ്ങൾക്ക് അനുഭവപ്പെടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വലിയ പദ്ധതികൾക്ക് പിന്നിൽ അഴിമതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തെറ്റായ ദിശയിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥരെ കർശനമായി നിരീക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ടീമുകൾ ഫൗൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ യെല്ലോ കാർഡ് കാണിക്കുക. അപ്പോൾ യെല്ലോ കാർഡ് കാണിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലാണ് സാധാരണ അറിയാമല്ലോ ഈ റെഡ് കാർഡ് കാണിക്കുക എന്നുള്ളത്. ബാർക്കോഴ പാറ്റൂർ കേസുകളുടെ ഭാവി സംബന്ധിച്ച ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ: പിന്നോട്ട് നോക്കി വണ്ടി ഓടിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല. ജൂറി ചെയ്യേണ്ട പണി ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ഇപ്പോൾ ജൂറി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ നടപടികളെ കുറിച്ച് ചോദ്യത്തിന് ജേക്കബ് തോമസ് ഇങ്ങനെ പ്രതികരിച്ചു. സാധാരണ നടന്നു പോകുമ്പോൾ ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവത്തില്ലേ? അതൊക്കെ കൊതുക് കടി പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പൊതുജനങ്ങളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം. അഴിമതിക്കാർക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. അഴിമതിക്കാർ പഴയകാല ശീലം വെച്ച് പുതിയ കാലത്ത് പെരുമാറരുത്. കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ നല്ലതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കേരളം വൻതോതിലുള്ള അഴിമതിക്ക് പേരുകേട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ അഴിമതി എന്നത് കഴിഞ്ഞ കുറച്ചു കാലത്തെ രീതി കൊണ്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണഘട്ടത്തിൽ സാർവത്രികമായിരിക്കുക. പഴയ ശീലം വെച്ച് പുതിയ കാലത്ത് പ്രവർത്തിക്കാൻ തുടങ്ങരുത് എന്നാണ് എല്ലാ തലങ്ങളിലുമുള്ള അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അഴിമതിക്ക് പുത്തൻ മാർഗങ്ങൾ കാണുന്നവരുണ്ട്, പുതിയ രീതികൾ സ്വീകരിക്കുന്നവരുണ്ട്. അവരോടെല്ലാം ശ്രീ PC സിറിയക്, കഴിഞ്ഞ UDF സർക്കാർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പഴികേൽക്കേണ്ടി വന്നിട്ടുള്ളത് അന്നുയർന്ന അഴിമതി ആരോപണത്തിന്റെ പേരിലാണ്. അന്ന് വിജിലൻസ് സംവിധാനവും കോടതിയുടെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗത്തു നിന്നൊക്കെ ഒട്ടേറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. ഈ ഇടതുപക്ഷ സർക്കാർ ഒരുപക്ഷെ അധികാരത്തിലേറിയത് പോലും അഴിമതിക്കെതിരെയുള്ള വിധിയെഴുത്ത് എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെട്ടത്. ഇപ്പോൾ അധികാരത്തിലേറിയ ഉടൻ തന്നെ കഴിഞ്ഞ UDF സർക്കാർ മാറ്റി നിർത്തിയ ജേക്കബ് തോമസിനെ വിജിലൻസ് മേധാവിയായി കൊണ്ടുവരുന്നു. അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ക്രിയേറ്റീവ് വിജിലൻസ് എന്നുള്ള പുതിയ സംവിധാനം നടപ്പാക്കും എന്നുള്ളതാണ്. വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം സ്വാഗതം ചെയ്യപ്പെട്ടു. ഏത് രീതിയിൽ തങ്ങളടക്കമുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നു ക്രിയേറ്റീവ് വിജിലൻസ് എന്നുള്ള പുതിയ സംവിധാനത്തിന്? ക്രിയേറ്റീവ് വിജിലൻസ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സുഖമുള്ള കാര്യമാണ്. പക്ഷേ ആ അർത്ഥത്തിൽ ആ വാക്കുകൊണ്ട് ശ്രീ ജേക്കബ് തോമസും മറ്റുള്ളവരും എന്താണ് വിവക്ഷിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ക്രിയേറ്റീവ് വിജിലൻസ് പറഞ്ഞാൽ ഒരു പക്ഷേ അഴിമതി ഉണ്ടാകാത്ത രീതിയിൽ നിയമങ്ങളും മറ്റും ഉദാരവൽക്കരിച്ച് കാര്യങ്ങൾ ലഘൂകരിച്ച് അഴിമതിക്കുള്ള ചാൻസ് കുറയ്ക്കുക, അഴിമതിക്കുള്ള സാധ്യതകൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഏതായാലും അഴിമതി ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അഴിമതിയിൽ പിടിപെടുന്നവർക്ക് കർശനമായ ശിക്ഷ നൽകുക. ഡിറ്ററൻറ്റ് പണിഷ്മെൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അതായത് ആ ശിക്ഷയുടെ ഗുരുതരാവസ്ഥ കണ്ടാൽ അഴിമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, കുറ്റം ചെയ്യാൻ തക്കം പാർത്തിരിക്കുന്നവർ പിന്മാങ്ങും. അത്രയധികം ഭയങ്കരമായ ശിക്ഷ നൽകുന്ന ഒരു സ്ഥിതിക്കാണ് ഡിറ്ററൻറ്റ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡിറ്ററൻറ്റ് പണിഷ്മെൻറ്റ് പിടിപെട്ടവർക്ക് നൽകുക, അത് ഉറപ്പുവരുത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ ശ്രീ ജേക്കബ് തോമസ് അദ്ദേഹത്തോട് ഇന്ന് പത്രപ്രതിനിധികൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്
അത് ജുഡീഷ്യറി ചെയ്യേണ്ട കാര്യമാണല്ലോ എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പുറകോട്ട് നോക്കുന്നില്ല, മുമ്പോട്ട് നോക്കിയല്ലേ വണ്ടി ഓടിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു ഇപ്പോൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഈ ബാർക്കോഴയെന്നും സോളാറെന്നും ഒക്കെ പറഞ്ഞ് വളരെയധികം ആരോപണങ്ങൾ ഉന്നയിച്ചാണല്ലോ പഴയ സർക്കാരിനെ നമ്മൾ പുറത്തിറക്കിയത്. ഇപ്പം പഴയ സർക്കാരിൻ്റെ പേരിലുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ബാർക്കോഴയും സോളാറും ഒക്കെ ആയിരുന്നു. അപ്പോൾ സോളാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് 1 രൂപ പോലും സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല, സർക്കാർ അവർക്ക് അനുകൂലമായിട്ട് ഒരു ഉത്തരവ് പോലും ഇറക്കിയിട്ടില്ല. അപ്പോൾ സത്യം അറിയണം. സത്യം അറിയാൻ വേണ്ടി നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യപ്രകാരം സ്ഥാപിച്ച ജുഡീഷ്യൽ കമ്മീഷൻ വളരെ മന്ദം ഇഴഞ്ഞു പോവുകയാണ്. പ്രതിപക്ഷം തന്നെ ആ കമ്മീഷൻ്റെ വിചാരണയിൽ സഹകരിച്ചില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ചുരുക്കത്തിൽ ആ ഒരു വലിയ ആരോപണങ്ങളുടെ വെളിച്ചത്തിലാണ് പുതിയ സർക്കാരിന് നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കുറ്റക്കാരാണെങ്കിൽ അവരെ ജയിലിലാക്കണം, അവർ വാങ്ങിയ കൈക്കൂലിപ്പണം തിരിച്ചു പിടിക്കണം. അതല്ലാതെ പൊതുജനം വിധി എഴുതി കഴിഞ്ഞു, ജനങ്ങളുടെ കോടതി ഇതാ വിധി എഴുതിയിരിക്കുന്നു, ഇനി അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി വീണ്ടും ഒരു അവസരം പാർത്ത് അഴിമതി നടത്താൻ വേണ്ടി അവസരം പാർത്ത് നോക്കിയിരിക്കാൻ വേണ്ടി അവരെ വിട്ടുവിടുന്നത് ശരിയല്ല. അപ്പം അങ്ങനെ പുറകോട്ട് വണ്ടി ഓടിക്കുന്നില്ല എന്നെല്ലാം പറയുന്നത് രക്ഷപ്പെടുന്നത് ശരിയല്ല. പണ്ട് നടന്നിട്ടുള്ളത് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയാണോ എന്നതേപ്പറ്റി ജനങ്ങളെ അറിയിക്കണം. ശരിയാണെങ്കിൽ തക്ക ശിക്ഷ കൊടുക്കണം. തെറ്റാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ആരോപണം തെറ്റാണെന്നോ ഞങ്ങൾ ജനങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പിൻവാങ്ങണം. ഇത് രണ്ടും ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ക്രിയേറ്റീവ് വിജിലൻസ് കൊണ്ട് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് അഴിമതി ചെയ്യാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടി നിയമങ്ങളും മറ്റും ലഘൂകരിക്കുകയും അങ്ങനെ ഒരു വിജിലൻസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നടപടിയായിരിക്കാം. മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ ഓഫീസിലുമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും കള്ളന്മാരല്ല, കുറച്ച് പേരെങ്കിലും സത്യസന്ധർ ഓരോ ഓഫീസിലും കാണും. അപ്പോൾ അത്തരത്തിലുള്ള സത്യസന്ധരായ ആളുകളുടെ ആ ഫ്രറ്റേണിറ്റി, ആ ഒരു സൗഹാർദ്ദത്തെ ശക്തിപ്പെടുത്തി അവർക്ക് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും ബഹുമതികൾ നൽകി അവരെ അംഗീകരിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ അംഗീകരിച്ച് ബഹുമതി നൽകുന്ന ഒരു സ്ഥിതിയെങ്കിലും ഉണ്ടാകണം. ഇങ്ങനെ ബഹുമുഖമായ പലതരത്തിലുള്ള നടപടികൾ എടുത്താൽ മാത്രമേ അഴിമതി ഒഴിവാകുകയുള്ളൂ. അല്ലാതെ എല്ലാവരും ഭയപ്പെട്ടിരിക്കണം, എല്ലാവരും മുമ്പിൽ ഞങ്ങളുടെ ഒരു ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് എന്ന രീതിയിലുള്ള പ്രസ്താവനകളുണ്ടെന്നും ഒരു പ്രയോജനവുമില്ല. വിദ്യാസംഗീത്, ഇവിടെ പ്രസ്താവനകളല്ല പ്രവൃത്തികളാണ് ആവശ്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ജേക്കബ് തോമസിനെ വിജിലൻസ് മേധാവിയായി നിയമിച്ചപ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ ഒരു പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അഴിമതിക്കെതിരെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഇത് ഇപ്പോൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയും പറഞ്ഞത് തന്നെയാണ്, അഴിമതിക്കാർ സൂക്ഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ ക്രിയേറ്റീവ് വിജിലൻസ് അടക്കമുള്ള പുതിയ സംവിധാനങ്ങൾ വിജിലൻസിൽ നടപ്പാക്കാൻ പോകുന്നു എന്ന് വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റ ഉടൻ ജേക്കബ് തോമസ് പറയുകയും ചെയ്തു. പൊതുസമൂഹത്തിന് അദ്ദേഹത്തിൽ നിന്ന് എന്തുമാത്രം പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത ഏറ്റവും മികച്ച തീരുമാനം തന്നെയാണ് ഇത്. കാരണം 2010 മുതൽ 2015 വരെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറും ചെയർപേഴ്സണും ആയിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അഴിമതി എന്ന് പറയുന്നത് ഇപ്പൊ പൊതുജനം അറിയുന്നത് ഇപ്പോ ഗവൺമെന്റ് തലത്തില് അല്ലെങ്കിൽ ഇപ്പൊ മന്ത്രിമാര് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ MLA ചെയ്യുന്ന വലിയ അഴിമതികളാണ് പൊതുജനങ്ങളുടെ ഇടയിൽ പൊതുവെ എത്തിപ്പെടുന്നത്. പക്ഷെ ഗ്രാമപഞ്ചായത്ത് തലം തൊട്ട് എല്ലാ ഗ്രാമപഞ്ചായത്ത് തലം മാത്രമല്ല, ഗവൺമെന്റ് ഓഫീസുകളിലായാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായാലും ഉന്നതന്മാര് എല്ലാവരും അഴിമതി നടത്തുന്ന ഒരു വലിയൊരു കോക്കസിനെതിരെ ഫൈറ്റ് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇവിടെ വിജിലൻസ് ഇപ്പൊ DGP ആയിട്ട് ഗവൺമെന്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ജേക്കബ് തോമസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. എനിക്കറിയാം, ഇവിടെ മുന്നേ തന്നെ ഈ പറഞ്ഞ മീഡിയ 1 ചാനൽ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഭരത് ഭൂഷന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ന്യായവില നേർപകുതിയായിട്ട് കുറച്ച് അവർക്ക് വേണ്ടി കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നതാണ്. അത് മുൻ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള ഉമ്മൻചാണ്ടി, ഭരത് ഭൂഷൺ, അതുപോലെ തന്നെ എല്ലാവരും തൃശൂർ ജില്ലാ കലക്ടർ അടക്കമുള്ള എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. അന്ന് ഈ ഫയല്, അതായത് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട വിജിലൻസ് ജഡ്ജ് ആ ഉത്തരവ് വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് ആദ്യം കിട്ടുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു റിപ്പോർട്ട്, അതായത് QVR ബഹുമാനപ്പെട്ട തൃശൂർ വിജിലൻസ് കോടതിയിൽ കൊടുത്തു കഴിയുമ്പോൾ അതിൽ ഇവർ പറയുന്നത് ഇതാണ്: കാര്യമായിട്ട് അതിൽ ഒന്നുമില്ല, പരാതിക്കാരി വെറുതെ എന്തൊക്കെയോ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്, ഇതിലൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്ന്.
ഇത് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വിജിലൻസ് കോടതി തിരിച്ചയക്കുകയാണ്. ഇതിങ്ങനെ പോരാ, കൃത്യമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചയക്കുന്ന ആ റിപ്പോർട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഇദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇദ്ദേഹം പറയുകയാണ് അതൊരു ഹൈറൈസ് ബിൽഡിംഗ് ആണ്, അതുപോലെ തന്നെ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വഴി ഇന്ന നിയമപ്രകാരം നിലനിൽക്കുന്നുണ്ട്, 8 പോയിന്റ് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ വിവരം അന്വേഷിക്കൂ എന്ന് പറയണം. തുടർന്ന് ഈ 8 ആംഗിളിൽ ഈ വിജിലൻസ് ഒഫൻസ് നിൽക്കുന്നുള്ള 8 ആംഗിളിൽ ഈ കുറ്റം അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്റ്റ് ചെയ്യും. ഉദ്യോഗസ്ഥന്മാര് ആ 8 ആംഗിളില് അന്വേഷിച്ചത് അവരുടെ ഇഷ്ടത്തിന് അതെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് വിടുകയും ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ ഫൈനൽ ആയിട്ടുള്ള QVR സമർപ്പിച്ചപ്പോ ഈ പറഞ്ഞിട്ടുള്ള ജേക്കബ് തോമസ് പറഞ്ഞിട്ടുള്ള ഈ 8 പോയിന്റ് അടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശം അവർ ആ ഫയലിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്തത്. അപ്പൊ ആ ഒരു ഡയറക്ഷൻ ഒഴികെയുള്ള മറ്റു രേഖകളാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെ ഞാൻ കേസ് ഫയൽ ചെയ്തപ്പോ ഈ രേഖ ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴാണ് ഈ രേഖ അവിടെ എത്തിയത്. അപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരായാലും മന്ത്രിമാരായാലും ആർക്കും എന്ത് തരത്തിലുള്ള അഴിമതി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കഴിയുമെന്ന് പറയുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ജേക്കബ് തോമസ്. അപ്പോൾ LDF ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണെങ്കിൽ അഴിമതി വിമുക്തമാക്കും കേരളം എന്നുള്ള അതായിരുന്നു ജനങ്ങൾക്ക് കൊടുത്തിരുന്നുള്ള മുഖ്യമായിട്ടുള്ള സന്ദേശം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ DGP ആയിട്ടുള്ള ജേക്കബ് തോമസിനെ ഇതിന്റെ തലപ്പത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ഏറ്റവും അധികം വെറുക്കപ്പെടുന്നതും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതും അഴിമതി തന്നെയാണ്. അത് പഞ്ചായത്ത് തലം മുതലായാലും പ്യൂൺ തലം മുതലായാലും ചീഫ് സെക്രട്ടറി വരെയുള്ള പോസ്റ്റുകളെല്ലാം ഇതുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ന് ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ സർ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കണോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും വ്യക്തമാണ്. അതിഥികളിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചുവരാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഡിഫോക്കസ് തുടരുന്നു. ശ്രീ PC സിറിയക്, ക്രിയേറ്റീവ് വിജിലൻസ് സംവിധാനം എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇതായി അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥരൊക്കെ കർശന നിരീക്ഷണത്തിലായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പല ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ അഴിമതി നടത്തുന്നതിന് കൂട്ടുനിന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥരെ കർശന നിരീക്ഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ തീരുന്നതാണോ അഴിമതി? അത്തരം കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയോ? കർശന നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള എല്ലാ വകുപ്പിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും മുഴുവൻ സമയം നോക്കിക്കൊണ്ടിരിക്കാനുള്ള സംവിധാനം എവിടെ? അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം ചെയ്യേണ്ടത് അവിടെയുള്ള നടപടിക്രമങ്ങൾ പരിശോധിക്കുക. ഓരോ വകുപ്പിലും അഴിവ് നടക്കാൻ സാധ്യതയുള്ളിടത്ത് വലിയ വലിയ ടെൻഡറുകൾ തീരുമാനിക്കുന്നിടത്തും മറ്റും സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക, നടപടിക്രമങ്ങൾ ക്രമീകരിക്കുക. ഇങ്ങനെ നടപടിക്രമങ്ങൾ ശരിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും പാളിച്ച എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അല്ലാതെ ക്രിയേറ്റീവ് വിജിലൻസ് എല്ലാവരുടെയും മുകളിൽ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ഒരു അന്തരീക്ഷം അത് എല്ലാവരിലും ഭീതി ഉളവാക്കും. അത് പ്രായോഗികമല്ല താനും. അതിന് മാത്രമുള്ള സ്റ്റാഫൊന്നും ഈ വിജിലൻസ് ഡയറക്ടറുടെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ക്രിയേറ്റീവ് വിജിലൻസ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണമായിരുന്നു, എന്താണ് താങ്കൾ ക്രിയേറ്റീവ് വിജിലൻസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിക്കേണ്ടതായിരുന്നു. അത് ചോദിക്കാത്ത സ്ഥിതിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞതുപോലെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക, നടപടിക്രമങ്ങളെല്ലാം ക്രമപ്പെടുത്തുക, അവിടെ എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റിങ്, ഇങ്ങനെയൊക്കെയുള്ള ചില സംവിധാനങ്ങൾ. അതാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമൊന്നുമില്ല. നല്ല മനുഷ്യനാണ്, ആത്മാർത്ഥമായി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. പക്ഷേ അതിന് തക്കവിധം തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പിടിപെട്ട കേസുകളിൽ കർശനമായ ശിക്ഷ ഉറപ്പുവരുത്തണം. എന്നാലേ മറ്റുള്ളവരത് ചെയ്യാതെ വരുള്ളൂ. രണ്ടാമത് നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് അതുപോലെ തന്നെ അനാവശ്യമായ ചില നിയന്ത്രണങ്ങൾ മാറ്റാം. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ ലക്ഷക്കണക്കിന് കടകളുണ്ട്. ഓരോ സ്ഥലത്തും കടകളും സ്ഥാപനങ്ങളും ഉണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ നടത്താൻ വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഒക്കെ ലൈസൻസ് വാങ്ങണം. ഈ ലൈസൻസ് ആണ്ടുതോറും പുതുക്കണം. എന്തിന്? ഇതൊക്കെ ഒരു 3 കൊല്ലത്തിലൊരിക്കൽ പുതുക്കിയാൽ മതി എന്ന് വെച്ചാൽ തന്നെ ഒരുപാട് അഴിമതി തീരും. അതുപോലെ തന്നെ നമ്മുടെ വാണിജ്യ കമേഴ്ഷ്യൽ ടാക്സ് വകുപ്പിനകത്ത്, സെയിൽസ് ടാക്സ് വകുപ്പിൽ കടകൾ രജിസ്റ്റർ ചെയ്യണം, സെയിൽസ് ടാക്സ് രജിസ്ട്രേഷൻ. ഈ രജിസ്ട്രേഷൻ മറ്റ് പല സംസ്ഥാനങ്ങളിലും എല്ലാം ലഘൂകരിച്ചെങ്കിലും ഇവിടെ ഇപ്പോഴും ഒരു ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞ് മാത്രമേ കൊടുക്കുകയുള്ളൂ. കുറേ സമയം പിടിക്കും. അതിന് കൈക്കൂലി കൊടുത്താൽ സംഗതി നടക്കുകയുള്ളൂ.
അതുപോലെ തന്നെ റിന്യൂവൽ ആണ്ടുതോറും ഇത് റിന്യൂ ചെയ്യേണ്ടിയിരിക്കുന്നു, പുതുപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം മാറ്റി 5 വർഷത്തിലൊരിക്കൽ പുതുപ്പിച്ചാൽ മതി. റിട്ടേൺസ് വരട്ടെ, ഓരോ മാസവും വരുന്ന റിട്ടേൺസ് അത് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ അഴിമതി ഒഴിവാക്കി അതേ സമയത്ത് സർക്കാരിന് നഷ്ടം വരാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് വിജിലൻസ് ഡയറക്ടർക്ക് അധികാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുമുള്ള ഉദ്യോഗസ്ഥന്മാർ, മേലധികാരികൾ മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ അത് ചെയ്താൽ യഥാർത്ഥത്തിൽ അതാണ് ക്രിയേറ്റീവ് വിജിലൻസ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ അദ്ദേഹത്തിൻ്റെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിരീക്ഷിക്കാം, നോക്കാം. അഡ്വക്കേറ്റ് വിദ്യാസംഗീത്, മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തരം അഴിമതി കേസുകൾ അന്വേഷിച്ചത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അടുത്തെത്തുമ്പോൾ അത് തേഞ്ഞുമാഞ്ഞു പോവുകയും അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ തന്നെ സ്ഥലം മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ വകുപ്പ് മാറുകയോ ചെയ്യുന്ന അവസ്ഥയാണ്. ഇത്തവണ അത് ഉണ്ടാകില്ല എന്ന് നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാനാകും? തീർച്ചയായിട്ടും ഇതൊരു ഗവൺമെന്റിന്റെ ഉറപ്പാണ്. അധികാരത്തിൽ വന്നതിന് ശേഷമല്ല ഈ LDF ഗവൺമെന്റ് അത്തരത്തിലൊരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം അഴിമതി വിമുക്തമാക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ മജിസ്ട്രേറ്റ് കോടതികൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. അതായത് ഒരു ഒഫൻസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒഫൻസിനെ സംബന്ധിച്ചിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുന്നു, അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നു, കേസിൽ ഇന്ന ആള് പ്രതിയാണെന്ന് പറഞ്ഞിട്ട് FIR സമർപ്പിക്കുന്നു, പിന്നീട് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുന്നു. പക്ഷേ ഇത്തരം ഒരു കാര്യങ്ങളും വിജിലൻസ് കോടതികൾ അല്ലെങ്കിൽ വിജിലൻസുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല. ആരെങ്കിലും ഒരു പരാതി, ഒരു കൃത്യമായിട്ടുള്ള ഒരു അഴിമതി നടന്നതായി കണ്ടെത്തി ആരെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? കോടതി സ്വാഭാവികമായിട്ടും ആ പരാതി ഫോർവേഡ് ചെയ്യുന്നു വിജിലൻസ് ഡയറക്ടർക്ക്. അവിടം തൊട്ടാണ്, അതായത് ആ കടലാസ്, ആ ഉത്തരവ് വിജിലൻസ് ഡയറക്ടറുടെ ഓഫീസിൽ എത്തുമ്പോൾ മുഴക്കാണ് ഇവിടെ അഴിമതി തുടങ്ങുന്നത്. ഈ പറയുന്ന പ്രതി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണോ, ഈ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഈ ജനപ്രതിനിധി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണെങ്കിൽ ആ കേസ് എങ്ങനെ അത് തെളിവില്ലാതെ അതിനെ ഒഴുക്കിവിടാം, അല്ലെങ്കിൽ അത് ഒരു കാരണവശാലും പൊങ്ങി വരാത്ത രീതിയിൽ അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് അത് ഒന്നുമല്ലാത്ത രീതിയിൽ തിരിച്ച് വിജിലൻസ് കോടതിയോട് ഇതിലൊന്നുമില്ല, ഇതിലൊരു കഴമ്പുമില്ല, ഇത് അന്വേഷിക്കാൻ യോഗ്യമല്ലാത്തൊരു കേസാണ്, ഇത് വെറും ആരോപണമാണ് എന്ന രീതിയിലൊക്കെയാണ് ഇത്രയും കാലം നടന്നിട്ടുള്ളത്. ഞാൻ പറയുമ്പോ ഇപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിട്ടും ഒരു ആത്മവിശ്വാസമുണ്ട്. അതായത് ഗവൺമെന്റ് മാത്രം തീരുമാനിച്ചാൽ പോരാ, ജനങ്ങളും തീരുമാനിക്കണം. നമ്മള് അഴിമതി പണം ആർക്കും കൊടുക്കില്ല. അതായത് ഈ അഴിമതിയാണല്ലോ ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ അത് അഴിമതിക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു മനസ്സും കൂടെ ജനത്തിന്റെ കയ്യിൽ വരണം. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വിജിലൻസ് ഡയറക്ടർ തീർച്ചയായിട്ടും ധാരാളമായിട്ടുള്ള ഒരു പവർ ഉണ്ട്. പവർ ഇല്ല എന്നും പറയരുത്. കാരണം അദ്ദേഹത്തിന് ഒരു ഉത്തരവ് ജില്ലാ ജഡ്ജിന്റെ ഒരു പവറുള്ളതാണ് വിജിലൻസ് ജഡ്ജി. വിജിലൻസ് ജഡ്ജിന്റെ ഒരു ഉത്തരവ് കിട്ടിക്കഴിയുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താനും ആ അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്താനും എല്ലാമുള്ള അധികാരം വിജിലൻസ് ഡയറക്ടർക്കുണ്ട്. അപ്പൊ അത്തരം ഒരു അധികാരം ആരും ഉപയോഗിക്കാറില്ല എന്നതാണ് വാസ്തവം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയുള്ള ഒരു കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഏതൊരു ഒഫൻസ്, ചെറിയ ഒഫൻസ് ആവട്ടെ വലിയൊരു ഒഫൻസ് ആവട്ടെ, അത് നടക്കുമ്പോൾ കൃത്യമായിട്ട് ആ സംവിധാനം ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ചെറിയ വേള അത്യാവശ്യമായി വന്നിരിക്കുന്നു, വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഡിഫോക്കസ് തുടരുന്നു. കോൺഗ്രസ് നേതാവ് പഴകുളം മധു കൂടിയുണ്ട് തിരുവനന്തപുരം ബ്യൂറോയിൽ. ശ്രീ പഴകുളം മധു, കഴിഞ്ഞ UDF സർക്കാർ പല വകുപ്പുകളിലേക്ക് മാറ്റി കളിച്ച ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ്. അദ്ദേഹത്തെ വിജിലൻസിൽ നിന്ന് അന്ന് മാറ്റുന്നത് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആദ്യ തീരുമാനങ്ങൾ എന്ന പേരിൽ തന്നെ എടുത്തത് ജേക്കബ് തോമസിനെ വിജിലൻസ് മേധാവിയായി കൊണ്ടുവരികയാണ്. തന്റെ നിയമനം ഒരു സന്ദേശമാണ്, അഴിമതിക്കെതിരെയുള്ള ഒരു സന്ദേശമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തടക്കം നടന്ന അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കും എന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പറയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ സർക്കാരിലുണ്ടായവർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത്? ഒന്നാമത് ശ്രീ ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ച ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നടപടി നന്നായി. അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ അല്ല അയക്കേണ്ടിയിരുന്നത്, അദ്ദേഹത്തെ DGP ആണ് ആക്കേണ്ടിയിരുന്നത്. ശ്രീ സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് അവർ അനഭിമിതനായി നീക്കം ചെയ്യുമ്പോൾ ആ സ്ഥാനത്ത് വരാൻ യോഗ്യത ഉണ്ടായിരുന്ന എലിജിബിൾ ആയിട്ടുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഓഫീസർ അദ്ദേഹമായിരുന്നു. അത് പോകട്ടെ, അത് വേറെ വിഷയം, ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് കൊണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റിലുണ്ടായിരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ആശങ്കപ്പെടേണ്ടതുണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കാലത്തും ശ്രീ ജേക്കബ് തോമസിന് ന്യായമായ അംഗീകാരം ഇടതുപക്ഷ മുന്നണികൾ കേരളം ഭരിച്ച കാലഘട്ടങ്ങളിൽ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്താണ് അദ്ദേഹത്തിനെ വിജിലൻസിൽ നിയമിച്ചതും അദ്ദേഹത്തിന് നല്ല പദവികൾ കൊടുത്തതും ആദ്യമായി യൂണിഫോം ഇടാൻ അവസരമുണ്ടാക്കി കൊടുത്തതും UDFൻ്റെ ഗവൺമെൻറ്റാണ്.
അദ്ദേഹത്തിന് ADGP സ്ഥാനത്ത് നിന്നും പ്രൊമോട്ട് ചെയ്ത് DGP ആക്കിയപ്പോഴാണ് അദ്ദേഹത്തെ വിജിലൻസിൽ നിന്നും മാറ്റി മറ്റൊരു സ്ഥാനത്തിരുത്തിയത്. അതിൻ്റെ കാരണവും വിജിലൻസിൽ അന്ന് DGP ആയിരുന്നത് ശ്രീ വിൻസെൻ്റ് എം പോളാണ്. അദ്ദേഹവും കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അഴിമതിക്കെതിരായി സുതാര്യമായി ശക്തമായി നടപടി സ്വീകരിക്കുന്ന ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹവും പ്രശസ്തനും പ്രഗത്ഭനുമായതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് ജേക്കബ് തോമസിന് വെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ബഹുമാനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ കാലത്ത് അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്ത് DGP ആക്കിയിട്ടുള്ളത്. ശ്രീ പഴകുളം മധു, താങ്കൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തെ അന്ന് മാറ്റാനുണ്ടായ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ബാർക്കോഴ കേസ് കത്തി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ മാറ്റിയത്. ആ സമയത്ത് അദ്ദേഹം നടത്തിയ പരസ്യ പ്രതികരണങ്ങളൊക്കെ ആരും മറന്നിട്ടില്ല. അദ്ദേഹത്തെ മാറ്റിയിട്ട് അവിടെ വെച്ച് ശങ്കർ റെഡ്ഡിയാണ്. ശങ്കർ റെഡ്ഡിയെക്കുറിച്ച് കേരളത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായവുമില്ല. അതുകൊണ്ട് ആരെങ്കിലും സഹായിക്കാനോ ഗവൺമെൻറ് ഇപ്പോൾ തന്നെ ഗവൺമെൻറ് DGPയെ മാറ്റിയിരിക്കുന്നു. ആ ഗവൺമെൻറ് അതിനുള്ള അധികാരമുണ്ട്. അത് നിയമപരമാണോ മാനുവലിന് ക്രമപ്രകാരമാണോ അതൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് DGP ആയിരുന്ന ശ്രീ TP സെൻകുമാർ തന്നെ ഒരു കേസുമായി ഇത് രംഗത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതേ അവസരത്തിൽ ഇവിടെ ഗവൺമെൻറ് കാലത്തെ പോലീസ് അധികാരികളുടെ തലപ്പത്ത് എന്തെങ്കിലും മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാങ്കേതികമായ മാറ്റങ്ങൾ മാത്രമാണ്. അദ്ദേഹത്തെ മാറ്റിയെന്ന് പറയുമ്പോൾ അവിടെ വെച്ച് ശങ്കർ റെഡ്ഡിയെയാണ്. ശങ്കർ റെഡ്ഡിയെക്കുറിച്ച് ആർക്കും യാതൊരു അഭിപ്രായവുമില്ല. അദ്ദേഹം മാന്യനായിട്ടുള്ള വളരെ ജുഡീഷ്യസ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഓഫീസറാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റിൽ ആർക്കും യാതൊന്നും ആശങ്കപ്പെടാനില്ല. അദ്ദേഹം ഇടപെടട്ടെ. അദ്ദേഹം പാമ്പിൻ്റെ പത്തി പുറത്ത് കാണിക്കാതെ കൊത്തി നോവിപ്പിക്കട്ടെ. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റായി നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവരട്ടെ. ഞാൻ പറയുന്നു, ശ്രീ ജേക്കബ് തോമസ് ഒരു നല്ല ഓഫീസറാണ്, നല്ല ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സധൈര്യം മുൻപോട്ട് പോകാം. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഒരു പ്രഷറിനും ഈൽഡ് ചെയ്യാത്ത ഓഫീസറാണെന്നുള്ള ഖ്യാതി നിലനിർത്തിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോവുകയാണെങ്കിൽ അത് കേരളത്തിന് പൊതുവെ സ്വീകാര്യമാണ്. കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസിന് ഭയക്കാനായി യാതൊന്നുമില്ല. UDFിലെ ഗവൺമെൻറ്റിലുണ്ടായിരുന്ന ആർക്കും ഭയക്കാനായി യാതൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. റൈറ്റ്, വളരെ നന്ദി ശ്രീ പഴകുളം മധു. PC സിറിയക് അഡ്വക്കേറ്റ് വിദ്യാ സംഗീത് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും ഏത് രീതിയിലുള്ള ഇടപെടലാണ് ജേക്കബ് തോമസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ തന്നെ കാണാം. ക്രിയേറ്റീവ് വിജിലൻസ് സംവിധാനം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം ഇന്ന് ചുമതലയേറ്റ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. വളരെയധികം നന്ദി അതിഥികൾക്ക്. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഷോമോളുമായി സൈഫ് നിശ്ചയം.